ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി 6 പേരെയാണ് പട്ടികയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ പിയും JPCയിലുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, മറ്റംഗങ്ങൾ ആരൊക്കെയാണ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ഇന്നത്തെ പാർലമെന്റ് നടപടികൾ അത് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കടുത്ത പ്രതിഷേധത്തിന് തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം ഒരുങ്ങുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ ബൽറാം? റിജിത്ത്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അത് പരിഗണിക്കുന്ന JPC അംഗങ്ങളുടെ പട്ടിക വിപുലീകരിച്ചിരിക്കുകയാണ്. 31 അംഗ JPCയെ നിശ്ചയിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. അതനുസരിച്ച് ലോക്സഭയിൽ നിന്നുള്ള 21 അംഗങ്ങളെ പ്രഖ്യാപിക്കുകയും ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശമനുസരിച്ച് നേരത്തെ പ്രഖ്യാപിക്കുകയും അവരുടെ പേരുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ പല ചെറു പാർട്ടികൾ 4 or 5 അംഗങ്ങളുള്ള പാർട്ടികളുടെ അംഗങ്ങളുടെ അവരുടെ പ്രാതിനിധ്യത്തിനനുസരിച്ച് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഘട്ടത്തിൽ അവയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനെതിരെ വിമർശനം ഉയരുകയും CPIM അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ സഭാ അധ്യക്ഷന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. CPIM ഈ സമാനമായി തന്നെ കത്ത് നൽകിയിരുന്നു. കെ രാധാകൃഷ്ണൻ MPയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നും പാർലമെന്ററി നടപടികളിൽ അടക്കമുള്ള ഘട്ടങ്ങളിൽ നിർണായകമായി പങ്കുവഹിച്ച പാർട്ടിയാണ് CPIM എന്നും ഈ കത്തിലൂടെ അറിയിച്ചിരുന്നു. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ JPCയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ MPയും JPCയിലുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.